KSRTC പ്രേമികൾക്ക് വ്യത്യസ്തമായ അനുഭവം പങ്കുവയ്ക്കുകയാണ് തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന ഓട്ടോ എക്സ്പോയിൽ KSRTC സെൻട്രൽ വർക്ക് ഷോപ്പ് നടത്തുന്ന സ്റ്റോൾ. ഒരു KSRTC ബസിന്റെ എല്ലാവിധ യന്ത്ര സാമഗ്രികളുടെ പ്രദർശനവും ഒപ്പം അവയുടെ പ്രവർത്തന രീതികളും വിശദീകരിക്കുന്ന സ്റ്റോൾ എക്സ്പോ സന്ദർശിക്കുന്നവർക്ക് ഒരു കൗതുക കാഴ്ചയാണ്. KSRTC ബസ് നമ്മൾ കണ്ടിട്ടുമുണ്ട്, അതിനകത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ബസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയില്ല. അത്തരം അറിവ് പൊതുജനങ്ങളിലേക്ക് പകർന്നു നൽകിയാണ് തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന മോട്ടോ എക്സ്പോയിലെ KSRTC നടത്തുന്ന സ്റ്റാളിൽ. അത്തരം കാഴ്ചകളിലേക്ക് നമുക്ക് നോക്കാം. ഡ്രൈവിംഗ് അറിയാവുന്ന ഓരോരുത്തരും വാഹനത്തിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒരു KSRTC ബസിന്റെ യന്ത്രസാമഗ്രികളിലൂടെ വളരെ ലളിതമായി പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് മോട്ടോ എക്സ്പോയിലെ ഈ സ്റ്റാൾ. ഒരു KSRTC ബസിന്റെ 6 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് വണ്ടിപ്രേമികളുടെ പ്രധാന ആകർഷണം. കൃത്യമായി വർക്ക് ചെയ്യുന്ന എഞ്ചിൻ എങ്ങനെയാണ് വീലുകൾ കറക്കുന്നതെന്നടക്കം ഇവിടെ വിശദീകരിക്കും. ഇത് ടാറ്റയുടെ ഇല്ലൻ പമ്പ് മോഡൽ എഞ്ചിനാണ്. ഇത് വന്നിട്ട് ഇതിന്റെ പമ്പാണ്, ഡീസൽ പമ്പ്, FI പമ്പ് എന്ന് പറയും. ഇതിൽ 6 നോസിൽ കൊടുക്കാനുള്ള ഡെലിവറി പൈപ്പ് കൊടുക്കാൻ പറ്റും. ഈ 6 നിന്നും ഡെലിവറി പൈപ്പ് കൊടുത്ത് ഇതാണ് ഇതിന്റെ ആട്ടോമീറ്റർ. ഇതിൽ നമ്മൾ കണക്ഷൻ കൊടുക്കും. ഇതിൽ നിന്നും ഡീസൽ പ്രഷറിൽ ഡെലിവറി പൈപ്പ് വഴി വരികയും ഈ പിസ്റ്റണിൽ ഓരോ ടൈമിംഗ് ഉണ്ട്, ഫയറിംഗ് ഉള്ള ആ ടൈമിൽ ഡീസൽ സ്പ്രേ ചെയ്യും. സ്പ്രേ ചെയ്യുമ്പോൾ ഇതിന്റെ അകത്ത് ഒരു സ്പാർക്ക് ഉണ്ടാവും. സ്പാർക്ക് ഉണ്ടായിട്ട് ആ സ്പാർക്ക് ഉണ്ടെങ്കിൽ ഒരു പവർ ഉണ്ടായി ആ പവറിന്റെ സഹായത്തോടെ പിസ്റ്റൺ പുറത്തോട്ട് ചാടും. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് പിസ്റ്റൺ ചാടുമ്പോൾ ഇവിടെ മുകളിലോട്ട് ഇല്ലേ, അതായത് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ എന്ന് പറഞ്ഞാൽ ആ മോഷനെ ഇവിടെ റോട്ടറി മോഷൻ ആക്കും. ഇത് ക്രാങ്ക് റോട്ടറി മോഷൻ. ആ ക്രാങ്ക് നേരെ ഡ്രൈവ് 5 കൊടുക്കും. 5 നേരെ ഗിയർ ബോക്സ് വഴി ജോയിന്റ് വഴി വണ്ടി ബാക്കിലോട്ട് പോയി വണ്ടി മൂവിങ് ആവും. ഇത്തരത്തിൽ കറങ്ങുന്ന വീലുകളെ നിർത്തുന്ന ഹാൻഡ് ബ്രേക്ക് ഉൾപ്പെടെയുള്ള ബ്രേക്കിംഗ് സംവിധാനം, അവയുടെ പ്രവർത്തന രീതികളും കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു. ഇതൊരു എയർ ബ്രേക്ക് സിസ്റ്റമാണ്. ഇത് നമ്മൾ KSRTC നമ്മളെ സെൻട്രൽ സ്റ്റാഫുകൾ ഒരു ടീമായിട്ട് ചെയ്ത സിസ്റ്റമാണ്. ഇത് വർക്കിംഗ് ആണ്, എയർ ബ്രേക്കിന്റെ വർക്കിംഗ് സിസ്റ്റമാണ്. ഇത് നമുക്കിപ്പോൾ പെഡൽ പിടിക്കാൻ പറ്റുകൊണ്ട് നമ്മൾ ഹാൻഡിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് DV വാൽവ്. നമ്മൾ ബസ്സിൽ നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഇതിലാണ് നമ്മൾ പ്രഷർ കൊടുക്കുന്നത്. ഈ പ്രഷർ കൊടുക്കുന്നതനുസരിച്ച് ടാങ്കിലുള്ള എയർ ഇതിൽ നിൽക്കും. ഇതനുസരിച്ച് നമുക്കുള്ള ഈ ബ്രേക്കുകൾ വർക്കാവും. KSRTC ബസിന്റെ ഹോൺ, ഇൻഡിക്കേറ്റർ തുടങ്ങിയ മുഴുവൻ ഇലക്ട്രിക്കൽ വശങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവയുടെ ശബ്ദമടക്കം ഉൾപ്പെടുത്തിയുള്ള മോഡൽ വഴി ഇവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും ജീവനക്കാർ വിശദീകരിക്കും. ഇത് വണ്ടിയുടെ ഫുൾ വയറിംഗ് സിസ്റ്റമാണ്. ഇത് നമ്മൾ ബാറ്ററി കട്ട് ഓഫിൽ നിന്നാണ് തുടങ്ങി സ്റ്റാർട്ടർ, ആൾട്ടർനേറ്റർ വെച്ചാണ് ബാറ്ററി നമ്മൾ തിരിച്ച് ബാറ്ററിയിലോട്ട് ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം മീറ്ററുകളാണ്, ആംബിയർ മീറ്റർ, സ്പീഡോമീറ്റർ, ഇങ്ങനെ മീറ്ററുകൾ എല്ലാം നമ്മുടെ വണ്ടിയിലുള്ള എല്ലാ സിസ്റ്റവും വയറിങ് ഇതിൽ വരുത്തിയിട്ടുണ്ട്. KSRTCയുടെ മെക്കാനിക്കുകൾ വളരെ ചുരുങ്ങിയ ചെലവിൽ നിർമ്മിച്ച വോൾവോ ബസുകളുടെ ഗിയർ ബോക്സ് അഴിക്കാനുള്ള മെഷീൻ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മൾട്ടിപർപ്പസ് ഗിയർ ബോക്സ് ലിഫ്റ്ററാണ് ഈ സാധനം. ഇതിൽ നമുക്കിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് സ്കാനിയ ബസ്സുകളുടെ ഗിയർ ബോക്സ് ഉയർത്താനും താഴ്ത്താനും വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകളിലത്തെ ബ്രാക്കറ്റ് നമുക്ക് മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ടാറ്റ, ലൈലൻഡ്, ഐഷർ എല്ലാ വാഹനങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മളിത് സെൻട്രൽ വർക്സ് പാപ്പറംകോട് സ്വന്തമായിട്ട് രൂപകൽപ്പന ചെയ്ത് ഡിസൈൻ ചെയ്തെടുത്ത സാധനമാണ്. ഇത് പുറത്തുനിന്ന് മേടിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5.25 ലക്ഷം രൂപ വില വരുന്നുണ്ട്. പക്ഷെ നമ്മളിത് സ്വന്തം പ്രയത്നം കൊണ്ട് ചെയ്തുകൊണ്ട് 37,000 രൂപയ്ക്ക് നമുക്കത് പൂർത്തീകരിക്കാനും ഇത് ഉപയോഗത്തിലാക്കാനും കഴിഞ്ഞ 1 വർഷം കൊണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. KSRTCയുടെ ബോഡിയും ടയറും ഒഴികെയുള്ള മറ്റെല്ലാ വശങ്ങളും മോട്ടോ എക്സ്പോയിലെ ഈ സ്റ്റാളിൽ കൃത്യമായി ഒരുക്കിയിട്ടുണ്ട്. KSRTCയുടെ പുത്തൻ ബസ്സുകൾ പരിചയപ്പെടുത്താൻ തിരുവനന്തപുരം കനകക്കുന്നിലൊരുക്കിയ മോട്ടോ എക്സ്പോയിൽ പുത്തൻ ബസ്സുകൾക്കൊപ്പം വ്യത്യസ്തമായ ഈ സ്റ്റാളും ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. സാരംഗ് സുധാകരൻ, News 18, തിരുവനന്തപുരം.